മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ പരിശോധന വേഗത്തിൽ നടത്തണമെന്ന ആവശ്യം മുൻപോട്ട് വച്ച് കേരളം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ചേർന്ന മേൽനോട്ട സമിതി യോഗത്തിലാണ് കേരളം ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ തമിഴ്നാട് ഇതിനെ എതിർത്തു. ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷമേ സുരക്ഷാ പരിശോധന നടത്താൻ കഴിയൂവെന്ന് യോഗത്തിൽ തമിഴ്നാട് വ്യക്തമാക്കി. 2011 മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവസാനമായി സുരക്ഷാ പരിശോധന നടത്തിയത്. 2018 കേരളത്തിന്റെ ആവശ്യത്തെ തുടർന്ന് വീണ്ടും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. 6 വർഷത്തിനപ്പുറം സുരക്ഷാ പരിശോധന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പരിശോധന ഉടൻ നടത്തണമെന്ന ആവശ്യം മേൽനോട്ട സമിതി യോഗത്തിൽ കേരളം വീണ്ടും മുൻപോട്ട് വെച്ചത്. തമിഴ്നാടിന്റെ നിസ്സഹകരണത്തെ തുടർന്നാണ് പരിശോധന നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ ഉടൻ പരിശോധന നടത്താൻ കഴിയില്ല എന്ന നിലപാടിലാണ് തമിഴ്നാടുള്ളത്. അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ക്ഷമത, ഡാമിന്റെ ചലനം, വികാസം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. യോഗത്തിൽ ബേബി ഡാം ബലപ്പെടുത്തുവാൻ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം തമിഴ്നാട് ആവർത്തിച്ചു. ഇക്കാര്യത്തിൽ വനംവകുപ്പാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് കേരളം അറിയിച്ചു. വള്ളക്കടവിൽ നിന്നും അണക്കെട്ടിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്നും തമിഴ്നാട് ആവശ്യം സമിതി തള്ളി. റോഡ് സഞ്ചാരയോഗ്യമാണെന്ന് സമിതിയുടെ വിലയിരുത്തൽ. പരിശോധനയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. This was a technical meeting as per the Supreme Court mandate. We have discussed the issues and we have worked upon that. That's all. Once again, thank you, my bhaiyo. Thank you. Thank you. Please. Supervisory committee. So we have not discussed anything else which is not mandated to. Sir, Kerala is ready to submit the detailed report of new dam. Sir, I am not aware, and we have not discussed. This is not in our mandate, so I have not discussed. Opinion about I can't give any opinion because I have not gone through. I am not aware of all those things and not being dealt by this supervisory committee. So kindly excuse me. Thank you. Sir, what about the condition of the damage in dam? What about damage in the dam? Condition of the dam. It will come to know. We have inspected and we have found that it is working. So we have discussed the issues, technical issues whatsoever there, because we are committed for the safety of the dam. We have discussed. So please don't worry. Okay, thank you. അണക്കെട്ടിലെത്തിയ മേൽനോട്ട സമിതി അംഗങ്ങൾ സ്പിൽവേയിലെ 3 ഷട്ടറുകളും ഉയർത്തി പരിശോധിച്ചു. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിൽ നിന്നും ജലസേചന വകുപ്പ് സെക്രട്ടറി അശോക് കുമാർ സിംഗ്, ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് എന്നിവരും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സന്ദീപ് സക്സേന, കാവേരി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരുമാണ് ഡാമിൽ പരിശോധന നടത്തിയത്. മലനാട് ന്യൂസ്, ഇടുക്കി. India's first NGO television, Malanadu TV India.